ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പെർസെൻറ്റേജിൻ്റെ തേർഡ് ക്ലാസ് ആണ്. നമ്മൾ ഓൾറെഡി രണ്ട് മെത്തേഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പുതിയ മൂന്നാമത്തെ മെത്തേഡാണ്. നമ്മൾ അലിഗേഷൻ റൂൾ ഉപയോഗിച്ചിട്ട് പെർസെൻറ്റേജിൻ്റെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം, അതാണ് നോക്കുന്നത്. ഇപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾ മെത്തേഡ് പഠിക്കുക. അത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എഫ് സീക്വൽ എക്സ് പ്ലസ് വൈ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ്. ഒരുപാട് ചാപ്റ്റേഴ്സിൽ നമുക്ക് എഫ് സീക്വൽ എക്സ് പ്ലസ് വൈ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻകം എന്ന് പറഞ്ഞാൽ സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് എഫ് സിക്വൽ എക്സ് പ്ലസ് വൈ ഫോർമാറ്റ് കാണാൻ പറ്റും. അതായത് പ്രോഫിറ്റ്, സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു ക്ലാസ്സിൽ ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഫംഗ്ഷൻ ഓഫ് ബോയ്സ് പ്ലസ് ഗേൾസ് അല്ലെ, ബോയ്സും ഗേൾസും ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സ്ട്രെങ്ത് കിട്ടും. അതായത് നമ്മൾ ഫംഗ്ഷൻ എഫ് സിക്വൽ എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ആ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പഠിക്കും. ഒരുപാട് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മിക്സ്ചേഴ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ ആസിഡ് പ്ലസ് വാട്ടർ ആണ് ആസിഡ് സൊല്യൂഷൻ. ഇപ്പൊ മിൽക്ക് പ്ലസ് വാട്ടർ മിൽക്ക് സൊല്യൂഷൻ. ഇതിൽ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലത്തിൽ നമുക്ക് ഈ മെത്തേഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. എഫ് സിക്വൽ എക്സ് പ്ലസ് വൈ ഫോർമാറ്റ് മെത്തേഡ് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് അലിഗേഷൻസ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പോൾ എഫ് സിക്വൽ ടു എക്സ് പ്ലസ് വൈ ഫോർമാറ്റിൽ എക്സിനും വൈക്കും പെർസെന്റേജ് ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ എഫിൽ ഇൻക്രീസ് വരും. എക്സും ഇൻക്രീസ് ചെയ്ത് വൈയും ഇൻക്രീസ് ചെയ്താൽ എഫിൽ നമുക്ക് എന്തായാലും ഇൻക്രീസ് വരും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സും വൈയും തമ്മിലെ റേഷ്യോ തന്നെയാണ്. എക്സും വൈയും തമ്മിലെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എഫിൽ ഇൻക്രീസ് വരിക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എക്സിലും വൈയിലും ഇൻക്രീസ് വന്നിട്ട് എഫിൽ ഇൻക്രീസ് ചോദിക്കും. അതേപോലെ എഫിൽ ഇൻക്രീസ് വന്നിട്ട് എഫിൽ ഇൻക്രീസ് വരും, അല്ലെങ്കിൽ എക്സിലോ വൈയിലോ ഇൻക്രീസ് വന്നിട്ട് അടുത്ത വേരിയബിളിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ചോദിക്കും. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് എക്സും വൈയും വേരിയബിൾ ആണ്. ആഡ് ചെയ്തത് നമുക്ക് എഫ് എന്ന ഫംഗ്ഷൻ കിട്ടും. അപ്പം നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ് വരും, പ്രോബ്ലംസിന് എങ്ങനെ അപ്രോച്ച് എടുക്കണം. അലിഗേഷൻ റൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം എക്സിലും വൈയിലും വരുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എഫിൽ റിഫ്ലക്ട് ചെയ്യും. അപ്പം എക്സിലും വൈയിലും പെർസെൻറ്റേജ് ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം. അത് എത്രയാണോ അതേപോലെ തന്നെ എഫിൽ റിഫ്ലക്ട് ചെയ്യും. ആ എഫിൽ റിഫ്ലക്ട് ചെയ്യുന്ന പെർസെൻറ്റേജിന്റെ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? എക്സും വൈയും തമ്മിലെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. എക്സും വൈയും തമ്മിലെ റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസ്, ഇപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക, കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് പഠിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്രോബ്ലം സോൾവ് ചെയ്ത് പോകുന്നതിനേക്കാൾ ബെറ്റർ അതിൽ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ചാപ്റ്റേഴ്സിൽ ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. എക്സാമ്പിൾ ഈ ഫോർമാറ്റ് വരുന്നത്, ഇപ്പോൾ നമ്മൾ ഇൻകം, ഒരാളെ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് ഇൻകം. ഇതേ ഫോർമാറ്റ്. ഇപ്പോൾ ഇൻകം എന്ന് ഫംഗ്ഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്സ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഇൻകം കിട്ടും. പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ സെല്ലിംഗ് പ്രൈസ്, ഒരു എക്സാമ്പിൾ എഴുതാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റ് നമുക്ക് ആഡ് ചെയ്താൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. പിന്നെ ഒരു ക്ലാസ്സിലെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിലെ ടോട്ടൽ സ്ട്രെങ്ത് ഞാൻ ടി എസ് എഴുതാം. ടോട്ടൽ സ്ട്രെങ്ത് എന്നാൽ ക്ലാസ്സിലെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ടോട്ടൽ സമ്മിന് തുല്യമായിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് സം ചെയ്താൽ ടോട്ടൽ സ്ട്രെങ്ത് കിട്ടും. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു എക്സാമ്പിൾ നമുക്കൊരു പെരിമീറ്റർ ഒരു റെക്റ്റാങ്കിൾ പെരിമീറ്റർ എന്ന ഫംഗ്ഷൻ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. പിന്നെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി, അപ്പോൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റി നമ്മൾ എക്സ് പ്രോഫിറ്റിലും വേറൊരു ക്വാണ്ടിറ്റി വൈ പ്രോഫിറ്റിലും അല്ലെങ്കിൽ വൈ ലോസിലും കൊടുത്തു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് എഫ് സിക്വൽ എക്സ് പ്ലസ് വൈ. ഒരുപാട് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററിലെയും പ്രോബ്ലംസ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഏത് അപ്രോച്ചിനും എങ്ങനെ അലിഗേഷൻ അപ്ലൈ ചെയ്യാം, കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് മായ്ക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഏതൊക്കെ വരിക എന്ന് പറയാം. ക്വസ്റ്റ്യൻ ഏതൊക്കെ ടൈപ്പാണ് വരിക. അതായത് നമുക്ക് എക്സിലെ പെർസെൻറ്റേജ് വൈയിലെ പെർസെൻറ്റേജ് തന്നിട്ട് എഫിൽ എത്ര ഇൻക്രീസ് ഓർ ഡിക്രീസ് ചോദിക്കും. എക്സിലും വൈയിലെയും പെർസെൻറ്റേജ് ആയിട്ട് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ നെറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് വരും. എക്സിലെയോ വൈയിലെയോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നിട്ട് ഏതെങ്കിലും ഒരു വേരിയബിൾ ചോദിക്കും. ഒന്നെങ്കിൽ വൈയിൽ എക്സ് തന്നിട്ട് വൈയിൽ ചോദിക്കും, എഫും എക്സും തന്നിട്ട് വൈയിൽ ചോദിക്കും, അല്ലെങ്കിൽ എഫും വൈ തന്നിട്ട് എക്സ് ചോദിക്കും. ആ ടൈപ്പ് പ്രോബ്ലം ഉണ്ടാവും. അല്ലെങ്കിൽ എഫും എക്സും വൈയും തരും. അതായത് എഫും എക്സും വൈയും തന്നിട്ട് എക്സിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, വൈയിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, എഫിലെ പെർസെൻറ്റേജ് നെറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നിട്ട് എക്സും വൈയും നമ്മൾ റേഷ്യോ ചോദിക്കും. എക്സും വൈയും നമ്മൾ ഏത് റേഷ്യോയിലാണ് ചോദിക്കും. അല്ലെങ്കിൽ
ഇതേപോലെ എക്സിൻ്റെയും വൈൻ്റെയും എഫിൻ്റെയും പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് തന്നതിന് ശേഷം എക്സിലെയും വൈയിലെ റേഷ്യോന് പകരം എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ ക്വാണ്ടിറ്റി ആണെങ്കിൽ എത്ര ക്വാണ്ടിറ്റിയാണ് എക്സ്, എത്ര വൈ എത്രയാണെന്ന് ചോദിക്കും. അപ്പം പല ടൈപ്പ് ക്വസ്റ്റ്യനും ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും ഏത് അപ്രോച്ച് എടുക്കണം. പിന്നെ ഇത് മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻ നിങ്ങൾ അലിഗേഷൻ പഠിക്കുന്നുണ്ട്. മിക്സ്ചേഴ്സിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. കാരണം സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ആസിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ആസിഡ് പ്ലസ് വാട്ടർ ആണല്ലോ. ആസിഡ് പ്ലസ് വാട്ടർ അല്ലേ. നമ്മൾ ഏതെങ്കിലും രണ്ട് മിക്സറിൻ്റെ സമ്മ് മൂന്നാമത്തെ ഒരു മിക്സർ കിട്ടുന്ന കേസിലൊക്കെ നമുക്ക് ഇതേ ഫോർമാറ്റ് ഉപയോഗിക്കാം. ആസിഡ് സൊല്യൂഷൻ, മിൽക്ക് പ്ലസ് വാട്ടർ, ഈ കേസിലൊക്കെ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യാം? നമുക്ക് ആദ്യം സിമ്പിൾ പ്രോബ്ലംസ് പോകാം, എന്നിട്ട് ഓരോ വെറൈറ്റിയിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം സിമ്പിളാണ്. ഇതിൽ ചോദിക്കുന്നത് എ മർച്ചൻറ്റ് ഹാസ് 1000 kg ഓഫ് ഷുഗർ, പാർട്ട് ഓഫ് വിച്ച് ഹി സെൽസ് അറ്റ് 8% പ്രോഫിറ്റ് ആൻഡ് റെസ്റ്റ് അറ്റ് 18% പ്രോഫിറ്റ്. ഹി ഗെയിൻസ് 14% ഓൺ ദ ഹോൾ. ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 18% പ്രോഫിറ്റ്. ഓപ്ഷൻസ് ഉണ്ട് 500 kg, 600 kg, 400 kg, 640 kg. അപ്പം നമ്മൾ ഇതിൽ ചോദിച്ചെന്താ? എഫ് = ഫംഗ്ഷൻ എഴുതാം. എഫ് = എക്സ് പ്ലസ് വൈ. എഫ് = എക്സ് പ്ലസ് വൈ ഫോർമാറ്റ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൽ നമ്മൾ ഒരു ഷുഗർ 1000 kg ഷുഗറിനെ 2 പാർട്ടാക്കി മാറ്റണം. അതിൽ ഒരു പാർട്ട് 8%ഉം അടുത്ത പാർട്ട് 18% പ്രോഫിറ്റിലാണ് സെല് ചെയ്യുന്നത്. നെറ്റ് 14% പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇതിൽ എക്സ് പ്ലസ് വൈ ഫോർമാറ്റ് ചെയ്യണം. പാർട്ട് 1 പാർട്ട് 2. ഇപ്പോൾ 1000 കിലോ നമ്മൾ എഴുതാം. 1000 കിലോഗ്രാമിനെ നമ്മൾ 2 പാർട്ടാക്കും അല്ലേ. പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1 പ്ലസ് പാർട്ട് 2. അതായത് പാർട്ട് 1 നമ്മൾ 8% പ്രോഫിറ്റിലാണ്. പാർട്ട് 1 8% പ്രോഫിറ്റും പാർട്ട് 2 18% പ്രോഫിറ്റിലാണ്. നെറ്റ് വില P1 പ്ലസ് P2 നെറ്റ് ഫംഗ്ഷൻ, അതായത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 14%. ടോട്ടൽ 14% നെറ്റ് പ്രോഫിറ്റ്. മനസ്സിലാക്കുക, നെറ്റ് പ്രോഫിറ്റ് 14% ആണ്. അപ്പം പാർട്ട് 1 പാർട്ട് 2. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് 18% പ്രോഫിറ്റ്. 18% പ്രോഫിറ്റിൽ സെല് ചെയ്ത് കൊണ്ടത് P2യുടെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ 1000 kg നമ്മൾ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത റേഷ്യോ ഉണ്ട്, ഒരു പെർട്ടിക്കുലർ റേഷ്യോയിലാണ് സ്പ്ലിറ്റ് ചെയ്യുക. കണ്ടീഷൻ ഇതാണ്, ഒരു പാർട്ട് 8% പ്രോഫിറ്റിലും മറ്റൊരു പാർട്ട് 18% പ്രോഫിറ്റും സെല് ചെയ്യണം. ടോട്ടൽ 14% കിട്ടും. അലിഗേഷൻ റൂളാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്, മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എക്സും വൈയും എഫും തന്നിട്ട് മൂന്നിൻ്റെ പെർസെൻറ്റേജ് അതിന് എഫ്, എക്സ്, വൈ, അതായത് P1 P2 അതിൻ്റെ ടോട്ടൽ ഫംഗ്ഷനും അതിൻ്റെ ടോട്ടൽ ഇൻക്രീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് റേഷ്യോയിലാണ് P1 P2 നമുക്ക് നോക്കാം. ക്രോസ് ഡിഫറൻസ് ആണ്, അലിഗേഷൻ റൂളാണ്. ക്രോസ് ഡിഫറൻസ് എടുക്കാം. ക്രോസ് ഡിഫറൻസ് 18, ഇതിൻ്റെ ക്രോസ് ഡിഫറൻസ് അലിഗേഷൻ ചാപ്റ്റർ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അലിഗേഷൻ ചാപ്റ്റർ എടുത്തതിന് ശേഷം ഇത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ 14ഉം 18 ഡിഫറൻസ്, 18 14 ഡിഫറൻസ് 4 ഇതാണ് വരിക. 8%-ൻ്റെയും 14% ഡിഫറൻസ് 6 ആണ്. അപ്പോൾ 4:6 റേഷ്യോയിലാണ് നമ്മൾ ഈ പാർട്ടിൽ 4:6 റേഷ്യോ, അത് 4 യൂണിറ്റും 6 യൂണിറ്റും വേണം പറയാം. അപ്പോൾ നമ്മൾ 1000 kg 4:6 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്താൽ ഒരു പാർട്ട് 4000 kg, സെക്കൻഡ് പാർട്ട് 400 kg, സെക്കൻഡ് പാർട്ട് 600 kg. അപ്പോൾ 18 കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ 600 kg. എത്ര സിമ്പിളായിട്ട് ചെയ്തു. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് പ്രോബ്ലം. അപ്പം പറഞ്ഞു, ഒന്നുകൂടി പറയും. നമ്മൾ എക്സിലെയും വൈയിലെയും എഫിലെയും പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നു. എന്നിട്ട് നമ്മൾ വൈ ക്വാണ്ടിറ്റി ചോദിച്ചു എത്രയാണ്, റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും. ഇത് വെച്ചാൽ റേഷ്യോ നമുക്ക് 4:6 റേഷ്യോ, 1000നെ 4:6 റേഷ്യോ സ്പ്ലിറ്റ് ചെയ്താൽ 400ഉം 600ഉം കിട്ടും. ഇപ്പോൾ ആൻസർ 18 കറസ്പോണ്ടിങ് ആണ് ചോദിച്ചത്. 600 kg. സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ അതായത് എഫ്, എക്സ്, വൈ തരുന്ന കേസസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു പ്രോബ്ലം പഠിച്ച ഒരു 10-20 പ്രോബ്ലം പഠിച്ചതിന് എഫക്റ്റ് ഉണ്ടാവണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ മാൻ പർച്ചേസ് 2 വാച്ചസ് അറ്റ് ₹560. ഹി സെൽസ് one at 15% പ്രോഫിറ്റ് ആൻഡ് അതർ at 10% ലോസ്. ദെൻ ഹി നൈദർ ഗെയിൻ നോർ ലോസ്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ഈച്ച് വാച്ച്. ഇവിടെയും വരുന്നത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ 560 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 വാച്ച്. അപ്പോൾ വാച്ചിൻ്റെ പ്രൈസ് W1ഉം W2 അല്ലേ. W1 പ്ലസ് W1 W2 ആഡ് ചെയ്താൽ നമുക്ക് അല്ലേ എഫ് കിട്ടും അല്ലേ. എഫ് എന്ന് പറഞ്ഞാൽ 560. ഇവിടെ 560 ആണ് എഫ്, W1 എക്സ് പ്ലസ് 5. ഇപ്പോൾ നമുക്ക് എന്താ തന്നെ W1ഉം W2 ആഡ് ചെയ്താൽ 560 കിട്ടും. അതിൽ ഒരു പാർട്ട് 15% പ്രോഫിറ്റ്, ഒരു പാർട്ട് 15% പ്രോഫിറ്റും സെക്കൻഡ് പാർട്ട് 10% ലോസ് ആയതുകൊണ്ട് നെഗറ്റീവാണ്, മൈനസ് ആയി. നെറ്റ് നൈദർ ഗെയിൻ നോർ ലോസ്. ഇപ്പം നെറ്റ് കിട്ടുന്നത്
0% ആണ്. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. അപ്പോൾ ഇത് നമുക്ക് FSC ഇപ്പോൾ ഇതിൽ എന്താ ചോദിച്ചത്, കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ വാല്യൂ ആണ് ചോദിച്ചത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് FSC X+Y ഫോർമാറ്റ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക. X, വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സും വൈയും തമ്മിൽ റേഷ്യോ അല്ല, വാല്യൂ ആണ് ചോദിച്ചത്. റേഷ്യോ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം ടോട്ടൽ വാല്യൂ 560 തന്നിട്ടുണ്ട്. അപ്പോൾ 560 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഏത് റേഷ്യോയിൽ നോക്കാം. ഇപ്പോൾ അലിഗേഷൻ റൂൾ അപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ W1 അതിൻ്റെ കോസ്റ്റ് പ്രൈസ്, W2 സെക്കൻഡ് കോസ്റ്റ് പ്രൈസ്, നമ്മളെ റേഷ്യോ ഫസ്റ്റ് 15% പ്രോഫിറ്റ് ആണ്, സെക്കൻഡ് 10% ലോസ് ആണ്. ലോസ് ആയതുകൊണ്ട് നെഗറ്റീവ് സൈൻ, നൈദർ 0%, നെറ്റ് 0 ആണ്. ഡിഫറൻസ് ക്രോസ് ഡിഫറൻസിന് ഇവിടെ എഴുതാണ് ക്രോസ് ഡിഫറൻസ്. ഇപ്പോൾ ഡിഫറൻസ് 10, 15, 10ഉം 15 റേഷ്യോ നമുക്ക് കട്ട് ചെയ്താൽ 2:3 റേഷ്യോയിൽ നമുക്ക് വരാം. 2 യൂണിറ്റും 3 യൂണിറ്റും. അതായത് നമ്മൾ 516 നമ്മൾ 2 പാർട്ടാക്കണം. 516 2 പാർട്ടാക്കണം, W1 W2 അല്ലേ. ആ 516 2:3 റേഷ്യോ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 516 2 റേഷ്യോ സ്പ്ലിറ്റ് ചെയ്താൽ W1 ഫസ്റ്റ് പ്രൈസ് 560 × 2/5ഉം സെക്കൻഡ് വാച്ചിൻ്റെ പ്രൈസ് 560 × 3/5ഉം. 560/112 224 വരും. ഇവിടെയും 336 വരും. 112 × 3 അപ്പം ആൻസർ 224ഉം 336 ഉണ്ടോ. സിമിലറായിട്ട് നമുക്ക് ക്വാണ്ടിറ്റി റേഷ്യോ അല്ല ചോദിച്ചത്, വാല്യൂ ആണ് ചോദിച്ചത്. അപ്പം 2 വാച്ചിൻ്റെ പ്രൈസ് ഒന്ന് 224ഉം 336ഉം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. Question എന്താണ്? A spent 65% of his income. His income has increased by 20.1% and his expenditure has increased by 25%. His savings increased by 11%, increased by 5%, decreased by 5%, decreased by 11%. CGL സെക്കൻഡ് സ്റ്റേജ് സെപ്റ്റംബർ 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതും ഇതേ ഫോർമാറ്റ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കി FSC X+Y ഫോർമാറ്റ് അല്ലേ. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്, എഫിൻ്റെ FSC X+Y. ഇവിടെ ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് ആണ്. അവിടെ ഹീ സ്പെൻഡ് 65% ഓഫ് ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ ടോട്ടൽ ഇൻക്രീസ് ആണ് 20. എഫിൻ്റെ വാല്യൂ ആണ് തന്നത് 20.1%. എക്സ്പെൻഡിച്ചർ ആസ് ഇൻക്രീസ് ബൈ എക്സ്പെൻഡിച്ചറിൻ്റെ ഇൻക്രീസ് വന്നിട്ടുണ്ട് എത്രയാണ് 25%. നമ്മളോട് സേവിങ്സിലെ ഇൻക്രീസ് ആണ് ചോദിച്ചത്. സേവിങ്സിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പം ഇൻക്രീസ് ആണ് വരിക 25%. സേവിങ്സ് എത്ര ഇൻക്രീസ് വന്നിട്ടുണ്ടാവും. ഇൻകം 20.1%. ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ എഫിൻ്റെ പെർസെൻറ്റേജ് തന്നു, എക്സ് തന്നു, വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. സിമിലർ അല്ലേ. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു എക്സും വൈയും തമ്മിൽ റേഷ്യോ ഉണ്ടാവും അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് ആണ്, വൈ എന്ന് പറഞ്ഞാൽ സേവിങ്സ് ആണ്. അപ്പോൾ അവർ തമ്മിൽ റേഷ്യോ ഉണ്ടാവും. അത് കണ്ടുപിടിക്കാൻ ഇവിടെ നമുക്ക് 65% തന്നിട്ടുണ്ട്. സ്പെൻഡ് 65% ഓഫ് ഇൻകം. അത് ആദ്യം മാറ്റി എഴുതാം. 65% പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ് കാണാത്തവർ അത് കാണുക. 65% ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 13/20 ആണ്. എങ്ങനെ പെട്ടെന്ന് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5%ൻ്റെ ഫ്രാക്ഷൻ 1/20 ആണ്. ഫസ്റ്റ് പാർട്ട് 1 ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5% ഫ്രാക്ഷൻ 1/20. ഇപ്പം 65%ൻ്റെ ഫ്രാക്ഷൻ അതിൻ്റെ 13 ടൈംസ് ആണ് അല്ലേ. 13 ടൈംസ് ആണ് 65. ഇപ്പോൾ 13/20. അങ്ങനെ ഫാസ്റ്റായിട്ട് ഫ്രാക്ഷൻസ് എഴുതുക. കാര്യങ്ങൾ മുമ്പത്തെ വീഡിയോസിൽ പാർട്ട് 1 കാണാത്തവർ കാണാം. ഇതിൽ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഓക്കെ, ഇപ്പം 20 ഇതിന് മീനിങ് എന്താ, 65% 13/15. 20 എന്ന നമ്പറിൻ്റെ 65% 13 ആണ്. ഇത് മീനിങ് ഇതാണ്. 20 എന്ന നമ്പറിൻ്റെ 5% വെച്ച് 1 ആണ്. അപ്പോൾ ഇതാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 20 ആണ് ഇൻകം എങ്കിൽ അതിൻ്റെ 65% 13 യൂണിറ്റ് ആണ് എക്സ്പെൻസ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എക്സ്പെൻസ് കിട്ടി. എക്സ്പെൻസ് ബാക്കി കഴിഞ്ഞാൽ സേവിങ്സ് ആണ്. അപ്പോൾ 20 ഇൻകം, അതിന് 65% 13 യൂണിറ്റ് എക്സ്പെൻസ്, ബാക്കി 7 യൂണിറ്റ് സേവിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ റേഷ്യോ നമുക്ക് എഴുതാൻ വലിയ പ്രയാസമില്ല. റേഷ്യോ ഓൾറെഡി നോൺ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എഴുതാണ്. അലിഗേഷൻ റൂൾ ഉപയോഗിക്കുകയാണ്. നമ്മൾ അവിടെ എക്സ്പെൻസ് സേവിങ്സ് നമുക്ക് വാല്യൂ കൊടുക്കാം. എക്സ്പെൻസിൻ്റെ വാല്യൂ 25% ആണ്. ഇൻക്രീസ് പറയുന്നത് 25% ആണ്. സേവിങ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ്. ഇനി നെറ്റ് ഇൻക്രീസ് 20.1% ആണ്. 20.1% ആണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് ഡിഫറൻസ് എടുക്കുന്നു. നേരത്തെ പോലെ തന്നെ ക്രോസ് ഡിഫറൻസ് എടുക്കുന്നു. ഇവിടെ നമ്മൾ ക്രോസ് ഡിഫറൻസ് എടുക്കുന്നു. ഇവിടുത്തെ ഡിഫറൻസ് നമ്മളിവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്ലാക്കിൽ റൗണ്ട് ചെയ്യാം. ഓക്കെ, ഈ സർക്കിളിലുള്ള വാല്യൂ ആണ് നമ്മൾ കണ്ടിട്ട് സേവിങ്സ് ഇൻ പെർസെൻറ്റേജ് ആണ്. ഇനി നമ്മൾ എക്സ്പെൻസും സേവിങ്സ് തമ്മിലെ റേഷ്യോ നമ്മൾ ഇവിടെ എഴുതാണ്. എക്സ്പെൻസും സേവിങ്സ് തമ്മിലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് 13 യൂണിറ്റ് ആണ്. എക്സ്പെൻസ് 13 താഴെ എഴുതാം. 13 യൂണിറ്റ് ആണ്. സേവിങ്സ് 7 യൂണിറ്റ് ആണ്. എങ്ങനെ വന്നു അത് നിങ്ങളിവിടെ നോക്കിയാൽ മനസ്സിലാവും. 20 ആണ് ഇൻകം, 65% 30 യൂണിറ്റ് എക്സ്പെൻസ്, ബാക്കി വരുന്നത് ഫുൾ സേവിങ്സ്. അപ്പോൾ 13 യൂണിറ്റും 7 യൂണിറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്രോസ് ഡിഫറൻസ് എടുത്താൽ റേഷ്യോ 13:7 കിട്ടണം. ഓക്കെ, 13:7 കിട്ടണം. അപ്പോൾ നമുക്ക് 25-ൻ്റെയും 20.1-ൻ്റെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, 25% 20.1-ൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 4.9 ആണ് വരുന്നത്. 4.9. ഓക്കെ, 4.25-ൻ്റെയും 20.1-ൻ്റെ 4.9 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് റേഷ്യോ 13:7 കിട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് 7-ന് കറസ്പോണ്ടിങ് ആണ് 4.9. 7-ന് കറസ്പോണ്ടിങ് 4.9. അപ്പോൾ 7-നോട് എത്രയോട് മൾട്ടിപ്ലൈ 4.9 ആവും? 0.7. 7 സ്ക്വയർ ആണ് 49. അപ്പോൾ 0.7. 7 × 0.7 4.9. അപ്പോൾ നമ്മളിവിടെയും സെയിം അപ്ലൈ ചെയ്യാം. ഇൻറ്റു 0.7. 30 × 0.7 91. 9.1. അപ്പോൾ 9.1 ആണ്. അപ്പോൾ 9.1-ഉം 20-ൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വരും? ഇവിടെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ. 9.1 20 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 11 ആണ് വരിക. അപ്പോൾ 11% ആണെങ്കിൽ 11% ആണെങ്കിൽ 11% 20.1-ൻ്റെ ഡിഫറൻസ് 9.1 അല്ലേ. ഡിഫറൻസ് ആണ് അവിടെ വരിക. അപ്പോൾ ആൻസർ ഇൻക്രീസ് ബൈ 11%. ഇത്ര സിമ്പിളായിട്ട് കിട്ടി. അപ്പം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് മെത്തേഡ്സ് ആണ് പഠിക്കുന്നത്. പ്രോബ്ലംസ് ഒരു സിംഗിൾ പ്രോബ്ലം ആയിട്ട് കാണരുത്. അതിൻ്റെ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് വേറെ ഒരുപാട് പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. Raghav spent 80% of his income. His income increased by 12% and the savings decreased by 10%. Then by what will be the percentage increase in his expenditure? Similar question ആണ്. അപ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് എഴുതാം. അപ്പം സെയിം ഫംഗ്ഷൻ തന്നെ. ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് പ്ലസ് സേവിങ്സ് ആണ്. ഇതിൽ തന്നിരിക്കുന്നത് എന്താ? ഇതിൽ ദെൻ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചറിലെ ഇൻക്രീസ് ആണ് തന്നത്. ഇൻകത്തിലെ ഇൻക്രീസ് തന്നിട്ടുണ്ട്. 12% ആണ് ഇൻകത്തിൽ ഇൻക്രീസ്. അതേപോലെ തന്നെ സേവിങ്സ് ഡിക്രീസ് ബൈ 10%. അപ്പോൾ മൈനസ് വരും. ഇതിലെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഫംഗ്ഷൻ f=x+y ആണ്. പിന്നെ ഇവർ തമ്മിൽ റേഷ്യോ എഴുതാനുള്ള കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 80% ആണ് സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 80% എഴുതാം. 80% എന്ന് പറഞ്ഞാൽ 80% എന്ന് പറഞ്ഞാൽ 4/5 ആണ്. 80% അങ്ങനെ ഫാസ്റ്റായിട്ട് എഴുതാൻ പറഞ്ഞിട്ട് 20% 4 ടൈംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഓൾറെഡി പറഞ്ഞു. 5 എന്ന നമ്പറിന് ഒരു 80% 4 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഇൻകം എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ് ആണെങ്കിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ്, സേവിങ്സ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് അല്ലേ. 4 + 1 5 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം. സിമ്പിൾ. ഓക്കെ, റെഡി. എഴുതുന്നത് 80% ഇൻകം അല്ലേ. നമ്മുടെ ഇൻകം എഴുതുന്നത് ഇവിടെ സേവിങ്സ് ആണ് എഴുതുന്നത്. പെർസെൻറ്റേജ് എഴുതാൻ പോവാണ്. പെർസെൻറ്റേജ് സേവിങ്സിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. -10% ആണ്. -10%. അത് -10 ഡിക്രീസ് ആയതുകൊണ്ടാണ്. ഇൻകത്തിലെ എക്സ്പെൻസിൽ കണ്ടുപിടിക്കണം. നെറ്റ് ഇൻക്രീസ് തന്നിരിക്കുന്നത് 12% ആണ്. ഓക്കെ, നമ്മുടെ നേരത്തെ പോലെ സർക്കിൾ ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി ക്രോസ് ഡിഫറൻസ് ആണ്. ക്രോസ് ഡിഫറൻസ് റേഷ്യോ ഉണ്ട്. നമുക്ക് റേഷ്യോ എക്സ്പെൻസും സേവിങ്സും തമ്മിലെ റേഷ്യോ 4 റെഡിൽ എഴുതാം. 4:1 ആണ്. 4:1 റേഷ്യോ. 4:1 റേഷ്യോ. ഇനി 12-ൻ്റെയും 10-ൻ്റെയും 12 -10 ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 22 അല്ല വരിക. അപ്പോൾ ഇവിടെ 22 വരും. അവിടെ 22 എഴുതാം. ഇവിടെ 22 വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഇവിടെ 22 വരുന്നുണ്ടെങ്കിൽ 4-ന് സ്ഥാനത്താണ് 22 വരുന്നത് അല്ലേ. 4-നെ 22 വരണമെങ്കിൽ നമ്മൾ 5.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 യൂണിറ്റ് 5.5 ആണ്. ഇത് 1 യൂണിറ്റ് ആകാം. അപ്പോൾ 5.5. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5.5. റെഡി. 5.5.
അങ്ങനെ മനസ്സിലായി സംശയം ഉണ്ടെങ്കിൽ 4:1 റേഷ്യോയിൽ വരണം. ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 4:1 റേഷ്യോ 4ൻ്റെ സ്ഥാനത്ത് നമുക്ക് 22 ആണ് വന്നിരിക്കുന്നത്. കാരണം 12% -10 ഡിഫറൻസ് എടുത്ത് കഴിഞ്ഞാൽ 22 വരും. 4ന് കറസ്പോണ്ടിങ് 22 ആണ് വന്നത്. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് 5.5. 4 × 5.5 ആണ് 22. അപ്പോൾ 1 × 5.5 5.5. അപ്പോൾ 5.5 എന്നാൽ എത്ര വരണം? നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ. 12ഉം 5.5 വന്നു കഴിഞ്ഞാൽ പറയൂ 17.5. 17.5. അപ്പോൾ എക്സ്പെൻസിലെ ഇൻക്രീസ് ആണ് 17.5 ആണ്. ഓപ്ഷൻ സി ആണ്. സിമ്പിൾ. ഓക്കെ, റെഡി? അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നുകൂടെ പറയാം. മനസ്സിലാക്കേണ്ട റേഷ്യോ നമുക്ക് റേഷ്യോ നമുക്ക് ആദ്യം എഴുതാൻ പറ്റും. അത് എന്തിനു വെച്ചിട്ടാണ്? നമുക്ക് രാഘവ് സ്പെൻഡ് ചെയ്യുന്ന 80% പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പെൻസും സേവിങ്സും തമ്മിൽ റേഷ്യോ എഴുതാൻ പറ്റി. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതേ ഫോർമാറ്റ് X+Y=F ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേറെ ഒരുപാട് പ്രോബ്ലത്തിൽ ഇതേ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്. എ സർട്ടൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്കൂൾ X അപ്പിയർഡ് ഇൻ എക്സാമിനേഷൻ ആൻഡ് 30% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽ. 150% more students than those from school X appeared in the same examination from school Y. If 80% of the total number of students who appeared from X and Y passed, then what is the percentage of students who failed from Y? 18, 20, 16, 24. ഇതും സിമിലർ ആണ്. F=X+Y ഫോർമാറ്റ് ആണ്. F=X+Y ഫോർമാറ്റ് ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എക്സ് എന്ന സ്കൂളിലെയും വൈ എന്ന സ്കൂളിലെയും സ്റ്റുഡൻസ് എക്സ് ആണ് അപ്പിയർ ചെയ്തു. അതിൽ നമ്മൾ എത്ര ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ അപ്പിയർഡ് ഫ്രം എക്സ് ആൻഡ് വൈ പാസ്, ദെൻ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഫെയിൽ ഫ്രം. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് തന്നിട്ടുണ്ട്, എക്സ് തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂ ആണ്, വൈയുടെ സ്ഥാനത്തുള്ള വാല്യൂ ആണ്, പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്, വൈയുടെ പെർസെൻറ്റേജ്. അപ്പോൾ എഫിൻ്റെ പെർസെൻറ്റേജ്, എക്സിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എഫ് ടോട്ടൽ നെറ്റ് പെർസെൻറ്റേജ് ആണ്. അതായത് പാസ്സായതല്ല ചോദിച്ചത്, ഫെയിൽ ആയതാണ് ചോദിച്ചത്. പാസ്സായിട്ടാണ് പറഞ്ഞത് കൊണ്ട് നമുക്ക് ഫെയിൽ ആയത് കണ്ടുപിടിക്കാൻ പ്രയാസമില്ല. കാരണം 100%-ൽ 30% സ്റ്റുഡൻറ്റ് ഫെയിൽ എന്ന് പറഞ്ഞാൽ ബാക്കി 70% പാസ്സായി അല്ലേ. അപ്പോൾ നമുക്ക് പാസ്സായത് എന്നാൽ ഫെയിലായി കണ്ടുപിടിക്കാം, ഫെയിലായെന്നാൽ പാസ്സായി കണ്ടുപിടിക്കാം. ഇവിടെ ചോദിച്ചത് ഫെയിലായ സ്റ്റുഡൻസിൻ്റെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അതിന് മുമ്പ് വേറൊരു കാര്യം പറയേണ്ടത്, നമുക്ക് ടോട്ടൽ സ്റ്റുഡൻറ്റ് 150. അപ്പോൾ 150% മോർ സ്റ്റുഡൻസ് ദാൻ ദോസ് ഫ്രം സ്കൂൾ എക്സ് അപ്പിയർഡ് ഇൻ ദ എക്സാമിനേഷൻ ഫ്രം വൈ അല്ലേ. 150% മോർ സ്റ്റുഡൻസ് ദോസ് ഫ്രം സ്കൂൾ എക്സ് അപ്പിയർഡ് ഇൻ ദ സെയിം എക്സാമിനേഷൻ ഫ്രം സ്കൂൾ വൈ. അപ്പോൾ എക്സിനേക്കാൾ വൈയിൽ 150% മോർ സ്റ്റുഡൻസ് ഉണ്ട്. 150% മോർ നമുക്ക് ആദ്യം എഴുതി നോക്കാം. 150% മോർ എന്ന് പറഞ്ഞാൽ 250% ആണ്. അതിൻ്റെ പെർസെൻറ്റേജിൻ്റെ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. 250% ഫ്രാക്ഷൻ നമുക്ക് എഴുതി നോക്കാൻ പറ്റണം. സിമ്പിളാണ്. 250% ഫ്രാക്ഷൻ 5/2 ആണ്. എങ്ങനെ എഴുതാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് മീനിങ് എന്ന് പറഞ്ഞു 2 എന്ന നമ്പറിൻ്റെ 250% 5 ആണ്. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, F=X+Y ഫോർമാറ്റാണ്. ഞാനൊന്ന് എടുത്തെഴുതാം. അതായത് ഫെയിലായ സ്റ്റുഡൻസ് 30% സ്റ്റുഡൻസ്. ഇപ്പോൾ എഫിൻ്റെ ടോട്ടൽ ഫെയിലായത് 30% ആണ്. പിന്നെ പറയുന്നത് എക്സ് അപ്പിയർ സെയിം ഇഫ് ദാറ്റ് 80% ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ അപ്പിയർഡ് ഫ്രം എക്സ് ആൻഡ് വൈ പാസ്. 80% ഓഫ് ടോട്ടൽ സ്റ്റുഡൻസ് ഹൂ ഇതിൽ 30% a certain number of students from school X appeared in the examination and 30% students failed in examination and 30% ആണ് എക്സിലെ ഫെയിൽ ആയത് കേട്ടോ. അപ്പോൾ എഫ് അല്ല വാല്യൂ തന്നത്, എഫിലെ വാല്യൂ അല്ല, എക്സിലെ വാല്യൂ 30%. ഫെയിലായ സ്റ്റുഡൻസ് ആട്ടോ 30%. വൈയിലെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. വൈയിലെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 80% ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ അപ്പിയർഡ് ഫ്രം എക്സ് ആൻഡ് വൈ പാസ്ഡ്. 80% എക്സ് ആൻഡ് വൈയിൽ പാസ്സായിട്ട് ടോട്ടലിൻ്റെ 80% പാസ്സായത് 20% ഫെയിൽ ആയിരുന്നു. അപ്പോൾ എഫിൻ്റെ പെർസെൻറ്റേജ് 20% ആണെന്നൊക്കെ മനസ്സിലാവും. എഫിൻ്റെ വാല്യൂ 20% ആണ്. ഇത് കണ്ടുപിടിക്കണം അല്ലേ. ഇനി ഇവർ നമ്മളെ റേഷ്യോ എഴുതാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. 250% എന്ന് പറഞ്ഞാൽ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റും. എക്സും വൈ നല്ല റേഷ്യോ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ എക്സ് വൈ അല്ലേ. അതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ് പറഞ്ഞത്. 150% more students than those from school X appeared in the same examination from Y. എക്സിനേക്കാൾ 150% മോർ സ്റ്റുഡൻസ് വൈയിലുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. 150% more students than those from school X appeared in the same examination from school Y. അപ്പോൾ 150% ഫ്രാക്ഷൻ എഴുതി. 150% മോർ ദാൻ 250 ആണ്. അപ്പോൾ നമ്മൾ എക്സിൽ
2 സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ എക്സിലെയും വൈയിലെയും സ്റ്റുഡൻസിൻ്റെ റേഷ്യോ നമുക്ക് ഓൾറെഡി അറിയാം. എക്സിലെയും വൈയിലെ സ്റ്റുഡൻസിൻ്റെ റേഷ്യോ ഇവിടെ തന്നെ എഴുതാം. 2 യൂണിറ്റും അതേപോലെ 5 യൂണിറ്റും ആണ്. വൈയിലാണ് കൂടുതൽ, 250% കൂടുതലാണ്. 250% അല്ല, 150% കൂടുതലാണ്. 250% ആണെന്ന് പറയാം. ഇനി നമുക്ക് വാല്യൂസ് ഒക്കെ എഴുതാം. ടോട്ടൽ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20% ആണ് ഫെയിലായത്. എക്സിൽ വരുന്നത് 30% ആണ്. ഇതൊക്കെ മനസ്സിലായി. ഇപ്പോൾ 30% 20% ഡിഫറൻസ് ഇവിടെ എഴുതു. 30% 20% ഡിഫറൻസ് ഞാൻ ഇവിടെ ബ്ലൂ കളറിൽ എഴുതാം. 10 ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് 5ന് കറസ്പോണ്ടിങ് 10 ആണ്. അപ്പം 2ന് കറസ്പോണ്ടിങ് നേരെ ഡബിൾ വരണം അല്ലേ, സിമ്പിൾ. 2ന് കറസ്പോണ്ടിങ് നമുക്ക് 4 വരണം. നാം അത് 4:10 കട്ട് ചെയ്താൽ 2:5 റേഷ്യോ 2:5 കിട്ടണം അല്ലേ. അപ്പോൾ 4 ആണ്. ഇപ്പോൾ 4 ആണെങ്കിൽ ഇവിടെ വരേണ്ടത് 4 ആണെങ്കിൽ ഡിഫറൻസ് വരേണ്ടത്, ഓക്കെ, 4 ആണെങ്കിൽ ഡിഫറൻസ് വരേണ്ടത് 24% അല്ലേ. സിമ്പിൾ അല്ലേ, 24%. അപ്പോൾ അതിൽ 24% സ്റ്റുഡൻ്റാണ് ഫെയിലായത്. നമ്മൾ ഫെയിലായ റേഷ്യോ ആയിട്ട് എഴുതിയത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്സായ സ്റ്റുഡൻസും ഫെയിൽ അത് മിക്സ് ആയിട്ടാണ് പറയുന്നത്. അപ്പം പാസ്സായത് സ്റ്റുഡൻസിന് 100 മൈനസ് ചെയ്താൽ ഫെയിലായ സ്റ്റുഡൻസ് കിട്ടും. 80% സ്റ്റുഡൻസ് പാസ്സായി എന്ന് പറഞ്ഞാൽ 20% ഫെയിലായി. ഓക്കെ, ഇവിടെ ഓൾറെഡി ഇവിടെ പറഞ്ഞത് 30% സ്റ്റുഡൻറ്റ് ഫെയിൽ എന്നാവും. അപ്പോൾ അത് ഡയറക്റ്റ് എഴുതി 30%. അപ്പോൾ ആൻസർ 24% ആണ്. സിമ്പിളാണ്. ഒന്നും കൂടി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the length of rectangle is increased by 30% and the breadth of the rectangle increased by 10% and initially the perimeter of the rectangle is increased by 15%. If initially perimeter of the rectangle was 400 cm, then find the area of the rectangle. Options തന്നിട്ടുണ്ട്. വലിയ വാല്യൂസ് ഒക്കെയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെയും f=x+y ഫോർമാറ്റാണ്. f=x+y ഫോർമാറ്റാണ്. ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ = 2 times ഓഫ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്. എല്ലാവർക്കും അറിയുന്ന ഫോർമുലയാണ്. അപ്പോൾ നമ്മുടെ ഫങ്ഷൻസ് ചെയ്യുന്നത് p=l+b ഇനി 2 times ആണ്. അപ്പോൾ നമുക്ക് എഴുതാം. ലെങ്ത്ത് എന്ന് ഫസ്റ്റ് എഴുതാം. ലെങ്ത്ത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ എഫിൻ്റെ വാല്യൂ അതേപോലെ തന്നെ എക്സിലെ വാല്യൂ വൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ സിമ്പിളായിട്ട് കിട്ടുമല്ലോ. എക്സും വൈയും ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്താണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ സിമ്പിളായി കിട്ടും. ചെയ്ത് നോക്കാം. ലെങ്ത്ത് തന്നിരിക്കുന്നത് ഇഫ് ദ ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ ഇസ് ഇൻക്രീസ് ബൈ 30%, ലെങ്ത്ത് 30% ആണ്. ബ്രെഡ്ത്ത് വരുന്നത് ഇൻക്രീസ് ബൈ 10% ആണ്. നെറ്റ് ചേഞ്ച് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ഇസ് ഇൻക്രീസ് ബൈ 15% ആണ്. നമുക്ക് ഈ സിമ്പിളായിട്ട് റേഷ്യോ ചെയ്ത് കൂടെ സിമ്പിളായിട്ട് റേഷ്യോ ചെയ്താൽ 10ഉം 15 നമ്മൾ റേഷ്യോ 5 ആണ്. 13ഉം 15 നമ്മൾ റേഷ്യോ 15 ആണ്. റേഷ്യോ 1:3 റേഷ്യോ. 1 യൂണിറ്റും 3യും. ഇപ്പോൾ ലെങ്ത്ത് 1 യൂണിറ്റ്, ബ്രെഡ്ത്ത് 3 യൂണിറ്റ്. ഇപ്പോൾ പെരിമീറ്റർ അല്ലേ. ഇപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 1. ലെങ്ത്ത് 1 ആണ്, ബ്രെഡ്ത്ത് 3 യൂണിറ്റ് ആണ്. ബ്രെഡ്ത്ത് അല്ലേ 10% പറഞ്ഞത്, ബ്രെഡ്ത്ത് 3 യൂണിറ്റ്. അപ്പം ടോട്ടൽ 4 × 2 8 യൂണിറ്റ് കറസ്പോണ്ടിങ് വാല്യൂ. പെരിമീറ്ററിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 400 cm തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 യൂണിറ്റ് പറഞ്ഞാൽ 50 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. ലെങ്ത്ത് 1 യൂണിറ്റ്, അതിൻ്റെ വാല്യൂ 50 cm ആണെന്ന് മനസ്സിലായി. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്, അത് 150 cm ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പറയേണ്ട ആവശ്യമില്ല. 50 × 150 7500 cm². ഓപ്ഷൻ സി സിമ്പിൾ. ഒന്നുകൂടെ പറയാം. ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് റേഷ്യോ, അതായത് എക്സ് വൈ എഫും തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലെ റേഷ്യോ, എക്സും വൈ തമ്മിലെ റേഷ്യോ കിട്ടും. അത് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലെ റേഷ്യോ 1:3 റേഷ്യോ ആണ്. അപ്പം നമുക്ക് പെരിമീറ്റർ തന്നു. അപ്പോൾ ഇക്വേഷനിൽ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ, 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. ഇപ്പോൾ 1 യൂണിറ്റ് 3 യൂണിറ്റ്. അപ്പോൾ 1 + 3 4, 4 × 2 8 യൂണിറ്റ് ആണ് പെരിമീറ്റർ. അതിൻ്റെ വാല്യൂ നമുക്ക് 400 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ 1 യൂണിറ്റ് 50 എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് 1 യൂണിറ്റ് ആണ്, 50 ആണ്. ബ്രെഡ്ത്ത് 3 യൂണിറ്റ് ആണ്, 150 ആണ്.
ഏരിയ ലെങ്ത്തിന് ബ്രെഡ്ത്ത് 15 to 150 7,500 cm². നിങ്ങൾ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.